സുഹൃത്തുക്കളെ നമസ്കാരം. നമുക്ക് പ്രത്യേകിച്ച് LDFന് ഒരു സുവർണാവസരം വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ ശബരിമല സ്ത്രീ പ്രവേശന കേസ് ഇപ്പോൾ ഭാഗ്യത്തിനോ അല്ലെങ്കിൽ ഗൂഢാലോചന മൂലമോ സുപ്രീം കോടതി അത് പൊടിതട്ടിയെടുത്ത് വിചാരണ നേരിടുകയാണ്. അതിന് അഫിഡവിറ്റ് കൊടുക്കാൻ നമ്മളെ നയം എന്താണെന്നും കുറേ ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ കോടതി ഇത്രകാലം അനങ്ങാതിരുന്ന് ഈ ഇലക്ഷൻ സമയത്ത് അത് തട്ടിയത് എന്തിനാണെന്ന് വെളിവുള്ള ആൾക്കാർക്കൊക്കെ മനസ്സിലാവും. ഇതിനു മുമ്പ് ശബരിമല ഇഷ്യൂ വന്നപ്പോൾ എങ്ങനെ ഇടതുപക്ഷത്തിനെതിരായിട്ട് സ്ത്രീകളും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരും ജമാഅത്തുകാരും ഒക്കെ വോട്ട് ചെയ്ത് അവർ ഭയങ്കരമായിട്ട് വിജയിച്ചോ, അതേപോലെ രണ്ടാമതും ഒന്നുണ്ടാവും എന്ന ഒരു തോന്നൽ ഉള്ളത് കൊണ്ടാണോ ഈ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ഇടതുപക്ഷ ഗവൺമെൻറ്റിനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് എന്ന് സംശയിക്കേണ്ടിയിരുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു സുവർണാവസരമായിട്ടെടുത്ത് അത് തിരിച്ചടിക്കേണ്ട ഒരവസ്ഥയാണ്. കാരണം നമ്മളെ പോളിസി വ്യക്തമാക്കേണ്ടതുണ്ട്. നമ്മളെ പോളിസിയിൽ നമുക്കെല്ലാവർക്കും അറിയാം, 19ാം നൂറ്റാണ്ടിൽ ഈ കമ്മ്യൂണിസം ആവിർഭവിച്ച കാലത്ത് ഏകദേശം എല്ലാവരും യുക്തിചിന്തയും മതചിന്തയും മതവിരുദ്ധതയും വല്ലാതെ പ്രകടിപ്പിച്ചിരുന്ന ആവശ്യമായ ഒരു പ്രദേശത്താണ് ഈ സാധനം ഉണ്ടായത്. പക്ഷേ ഇന്നത്തെ അവസ്ഥ അങ്ങനെയല്ല. ഇന്നിപ്പോൾ സയൻസ് തന്നെ വളരെയധികം വർദ്ധിച്ചു. സയൻസിൽ തന്നെ അന്ന് വരെ കേവല ശരിയും തെറ്റും നിന്ന് മാറി കേവലമായിട്ടുള്ള ഒരു ശരിയും തെറ്റും ഇല്ലയെന്നും പ്രതിപാദിക്കുന്ന രീതിയിലുള്ള ആപേക്ഷികത സിദ്ധാന്തം, ക്വാണ്ടം സിദ്ധാന്തം പോലുള്ള അവ ശാസ്ത്രലോകം കൈയടക്കി എന്ന് തന്നെ പറയാമെന്നർത്ഥം. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയിൽ നമ്മൾ ശബരിമലയെക്കുറിച്ചിട്ട് ഈ പ്രത്യക്ഷത്തിൽ ഈ സ്ത്രീ പ്രവേശനത്തെക്കുറിച്ചുള്ള നമ്മുടെ നയവും നമ്മളെ അഭിപ്രായവും വ്യക്തമാക്കാനുള്ള ഒരവസരമാണ്. അതുവഴി നമുക്ക് നേരെ തിരിഞ്ഞ ആയുധം കൊണ്ട് അല്ലെങ്കിൽ അതിന് നേരെ തിരിച്ചു വെക്കാൻ കഴിയും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മാത്രമല്ല, ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ശബരിമല കുറച്ചും കൂടി കൊഴുത്തു വന്നിരിക്കുന്ന അവസ്ഥയാണ്. അവിടെ നമ്മളെ
പോറ്റിയുടെ കുറേ കസർത്തുകളും അതേപോലെ പിന്നെ കൊടിമരത്തിൻ്റെ പ്രശ്നങ്ങളും വാജീവാഹനത്തിൻ്റെ പ്രശ്നവും ഒക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലമാണ് ഇത് നടത്തും. ഈ സമയത്ത് യഥാർത്ഥത്തിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചിടത്തോളം, സാമൂഹ്യ ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഓരോ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ആചാരങ്ങളോടുള്ള കൃത്യമായ ശാസ്ത്രീയമായ കണിശമായ സമീപനം എന്താണെന്ന് നമ്മൾ വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ വ്യക്തമാക്കുമ്പോഴാണ് നമ്മുടെ സംസ്കാരങ്ങളൊക്കെ എല്ലാ സംസ്കാരങ്ങളും ആപേക്ഷികതാ സിദ്ധാന്തം അനുസരിച്ച് അതിൻ്റെ വികാസത്തിലുള്ള അക്കാലത്തുള്ള മാറ്റങ്ങളാണ്. അതായത് ആപേക്ഷിക സിദ്ധാന്തത്തിനെ സംബന്ധിച്ചിടത്തോളം മാറ്റങ്ങൾ എന്നത് സ്ഥായിയാണ്. മാറ്റങ്ങളില്ലെങ്കിൽ സമൂഹം തന്നെ ഇല്ല എന്നാണ് നമ്മളെ ചതുർമാന പ്രപഞ്ചം എന്ന കോൺസെപ്റ്റ് അനുസരിച്ച് ഈ മാറ്റങ്ങൾ ഓരോ കാലത്തെയും അന്നത്തെ തത്വസംഹിത, അന്നത്തെ മതങ്ങൾ, അന്നത്തെ വിശ്വാസങ്ങൾ, അന്നത്തെ ആചാരങ്ങൾ ഒക്കെ അന്നത്തെ ആ കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം, ആ കാലത്തെ ഉപകരണങ്ങളിൽ അധിഷ്ഠിതമാണ്. എന്തൊക്കെ ഉപകരണങ്ങളാണ് അന്ന് ഉപയോഗിച്ചത്, ആ ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉണ്ടാവുന്ന തത്വസംഹിതയാണ് പിന്നീട് നടക്കുക. അതായത് ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ സാമൂഹ്യ നിയമങ്ങളും സാമൂഹ്യ ബന്ധങ്ങളും തീരുമാനിക്കുന്നത് എന്നത് നമ്മൾ ഓർത്താൽ നമുക്ക് മനസ്സിലാവും. ഓരോ കാലത്തും ആ സമൂഹത്തെ ആരോഗ്യകരമായി നിലനിർത്തിയിരുന്ന ആ സമൂഹത്തിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും, ഇന്ന് അത് അന്ധവിശ്വാസങ്ങളായിരിക്കാം, അന്ന് അത് യഥാർത്ഥത്തിൽ ഒരു വിശ്വാസങ്ങൾ ഈ ഉള്ള വിശ്വാസങ്ങളൊക്കെ അത് അന്നത്തെ എക്സ്പേർട്സ്, അത് എല്ലാ കാലത്തും കുറേ എക്സ്പേർട്സ് ഉണ്ട്. ഈ എക്സ്പേർട്സ് പറയുന്നതിന് ബാക്കിയുള്ള ആൾക്കാരൊക്കെ അംഗീകരിക്കുക എന്നുള്ള ഒരു വിശ്വാസം എല്ലാ കാലത്തും ഉണ്ട്. ഏതുപോലെ എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും നമ്മൾ സയൻറ്റിഫിക്കാണ്, ശാസ്ത്രീയ ഒക്കെ വെറുതെ പറയുന്നതാണ്. എല്ലാ കാലത്തും നമുക്ക് പല കാര്യങ്ങളും നമ്മുടെ വിദഗ്ധരാണെന്ന് തോന്നുന്ന ആൾക്കാർ പറയുന്നത് അനുസരിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യാതെ പറ്റില്ല. ഉദാഹരണമായി വൈറസ് നമ്മളാരും കണ്ടിട്ടില്ലല്ലോ, പക്ഷെ നമ്മൾ വിശ്വസിക്കും. അതേപോലെ തന്നെയാണ് 1000 കൊല്ലം മുമ്പോ 100 കൊല്ലം മുമ്പോ പിശാച്, പ്രേതം, മറ്റുള്ള സാധനങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ നമ്മൾ അന്നത്തെ വലിയ വിവരമുള്ള ആൾക്കാർ പറയുമ്പോൾ നമ്മളത് അനുസരിക്കുന്നു എന്ന് മാത്രം. അപ്പം നമ്മൾ പുതുതായിട്ടുള്ള ഏതൊരാചാരവും ഏതൊരനുഷ്ഠാനവും അതുകൊണ്ട് എന്തെങ്കിലും ഉപകാരമുണ്ടോ, ആ സമൂഹം നിലനിൽക്കാൻ അതുകൊണ്ട് എന്തായിരുന്നു ഉപകാരം എന്ന് മാത്രമേ നോക്കാൻ പാടുള്ളൂ. അങ്ങനെ അത് ഇല്ലാതാക്കിയതുകൊണ്ട് പ്രത്യേകിച്ചൊരു ഉപകാരം ഇല്ലെങ്കിൽ അതിനെ തുടരാൻ നമ്മൾ അനുവദിക്കണം. കാരണം എന്താ, അതുകൂടെ ഉണ്ടായതുകൊണ്ടാണ്, ആ ആചാരം കൂടി നിലനിന്നുകൊണ്ടാണ് സമൂഹം നിലനിന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മളിവിടെ ഉള്ള ശബരിമല ഇഷ്യൂ തന്നെ എടുത്തു. ശബരിമല പോകുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. കാരണം ഒരു 40 ദിവസത്തെ വ്രതങ്ങൾ
ഒക്കെ തന്നെ അന്ന് വരെ താന്തോന്നിയായിട്ട് നടന്നിരുന്ന, അത് പ്രത്യേകിച്ച് പല തരത്തിലുള്ള ലഹരികളും ഒക്കെ ആയിട്ട് നടന്നിരുന്നവർക്കൊക്കെ ഒരു 30-40 ദിവസം കിട്ടുകയാണെങ്കിൽ അതിനോടുള്ള അഡിക്ഷൻ മാറിക്കിട്ടും. മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്കറിയില്ല, നാട്ടിൻപുറങ്ങളിൽ നിങ്ങൾ ചെയ്ത് നോക്കുള്ളൂ. സാധാരണ ഒരു തൊഴിലാളി കുടുംബത്തിൽ നിന്ന് ഇപ്പോഴല്ല, ഒരു 10 കൊല്ലം മുമ്പ് എല്ലാ ദിവസവും ജോലിക്ക് പോയി നല്ല വരുമാനമുള്ള ആളാണെങ്കിൽ പോലും അയാൾ കള്ളും കുടിച്ച് അതും ചെയ്ത് ഇതും ചെയ്ത് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ അടിപിടി ഒക്കെ നടക്കുന്ന, നേരെ മറിച്ച് ഈ ശബരിമല കാലം വന്നിട്ടുണ്ടെങ്കിൽ, മണ്ഡലകാലം വന്നിട്ടുണ്ടെങ്കിൽ അയാൾ വളരെ വൃത്തിയായി രാവിലെ എണീറ്റ് പിന്നെ കുളിച്ച് വന്ന് ഭക്ഷണം പാകം ചെയ്ത് മര്യാദക്കാരനായി 40 ദിവസം പോയി വരുന്നതെന്ന് പറഞ്ഞാൽ ആ വീട്ടുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതം വളരെ ഏറ്റവും നല്ല ഒരു കാലഘട്ടമാണ് ഈ മണ്ഡലകാലം. സാധാരണ എല്ലാ ദിവസവും വൈകുന്നേരം 4 വരുന്ന ആൾ വളരെ മാന്യനായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ സ്വയം ചെയ്ത് സ്വന്തം കാര്യങ്ങളൊക്കെ നടത്തി വേണ്ട വരുമാനത്തിൻ്റെ നല്ലൊരു ഭാഗം വീട്ടിൽ കൊടുത്തിട്ടൊക്കെ പോകുന്ന, അങ്ങനെയുള്ള ഈ ശബരിമല കൊണ്ടുണ്ടാകുന്ന പോസിറ്റീവായ ഭാഗം അതൊക്കെയാണ്. അത് മനസ്സിലാക്കി ഈ പ്രത്യക്ഷത്തിൽ ഇപ്പോൾ അവിടെ സ്ത്രീകൾ അവിടെ കയറിയാൽ ഒരു കാര്യമില്ല, സ്ത്രീകളും കൂടി അന്ധവിശ്വാസത്തിൽ കുടുങ്ങിയെന്നുള്ളൂ. ഇവിടെയുള്ള മുഴുവൻ സ്ത്രീകളും ശബരിമലയിൽ കയറി അവിടെ കയറി എന്നുള്ളതുകൊണ്ട് ആ ശബരിമലക്കോ സമൂഹത്തിനോ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കോ അല്ലെങ്കിൽ പുരോഗമന പ്രസ്ഥാനത്തിനോ പോലും സോഷ്യലിസത്തിനോ ജനാധിപത്യത്തിനോ ഒരു ഉപകാരമില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പോഴാണ് അപ്പം ഞാൻ പറഞ്ഞു തന്നത്, ഈ പ്രത്യക്ഷത്തിൽ നഷ്ടമില്ലാത്ത എല്ലാ കാര്യങ്ങളും തുടരുക. അതാണ് നമുക്ക് ആചാരങ്ങളോട് ഉള്ള കൃത്യമായ സമീപനം, നമ്മളെ നയം. എല്ലാ ആചാരങ്ങളും ഞങ്ങളതാണ്, ഈ സമൂഹം തന്നെ ഞങ്ങളതാണെന്ന്, ഞങ്ങൾ ഈ പൂർവികരൊക്കെ ഞങ്ങളതാണെന്ന്, അവരുടെ എല്ലാ ആചാരങ്ങളും ഞങ്ങളതാണെന്ന്, അതിൽ പ്രത്യക്ഷത്തിൽ അപകടമില്ലാത്ത അല്ലെങ്കിൽ നഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ തുടരുക തന്നെ വേണം. അത് എപ്പോൾ ഇല്ലാതാവണമെന്ന് ചോദിച്ചാൽ അത് എപ്പോൾ ആ സമൂഹത്തിലെ എല്ലാ മനുഷ്യനും ഇതിൻ്റെ ആവശ്യമില്ല, ഇതൊരാശാസ്ത്രീയമാണ്, ഇത് കാലഹരണപ്പെട്ടതാണ് എന്ന് തോന്നുന്നത് വരെ അത് നിലനിന്നോട്ടെ. അതിന് ഒരാൾക്കെങ്കിലും അത് തുടരുന്നതുകൊണ്ട് ഒരു മാനസിക ആശ്വാസം ഉണ്ടെങ്കിൽ അത് നിലനിർത്തണം, അതിന് നിലനിർത്തണം. അത് നമ്മുടെ മുൻ തലമുറകളോടുള്ള പൂർവികരോടുള്ള ഒരു കണക്ഷനായിട്ട് കണക്കാക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നേരെ മറിച്ച് അതേ സമയത്ത് തന്നെ ആപേക്ഷികത നോക്കുമ്പോൾ പല സാധനങ്ങളും അപകടമുള്ളതുണ്ട്. ഉദാഹരണമായിട്ട് അപകടമായ ഒരു ആചാരം പറയുകയാണ് സതി, അല്ലെങ്കിൽ 4 പെണ്ണെട്ടുക. ഇങ്ങനെയുള്ളതൊക്കെ അപകടമായതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ ചെറുക്കുക തന്നെ വേണം. അതിനെ കായികമായിട്ടോ മാനസികമായിട്ടോ എതിർക്കുക തന്നെ വേണം. നേരെ മറിച്ച് ഒരു സ്കൂളിൽ പോയി അല്ലെങ്കിൽ അമ്പലത്തിൽ കയറി എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മെച്ചം ഉണ്ടാവുന്നില്ല. അപ്പോൾ നമ്മൾ ഈ മനസ്സിലാക്കേണ്ട ദൈവത്തോടുള്ള ദൈവവിശ്വാസത്തോടുള്ള നമ്മളെ സമീപനം കുറച്ചും കൂടി കൂടുതൽ വ്യക്തമാണ്. അതായത് മതമാണ് മതമാണ് മതമാണ്,
പ്രശ്നം എന്ന് പറയുന്നത് വരെ നമുക്ക് മതമല്ല പ്രശ്നം. നമ്മളെ സംബന്ധിച്ചിടത്തോളം മതം എന്നത് അല്ലെങ്കിൽ ദൈവം എന്നത് ഈ വിദേശിക പ്രത്യേകിച്ച് ഈ പുരോഗതിക്കെതിരായിരിക്കുന്ന അല്ലെങ്കിൽ കൺസർവേറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ യാഥാസ്ഥിതികരായവരെ സംബന്ധിച്ചിടത്തോളം ഈ പുരോഗമന ആശയങ്ങളെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് അർത്ഥം. അതായത് അവരാണ് യഥാർത്ഥത്തിൽ കമ്മ്യൂണിസത്തെ അവർക്ക് ഭയമാണ്. കാരണം എന്താ? അവർക്ക് നഷ്ടപ്പെടാൻ പലതുണ്ട്. അവർക്ക് സമ്പത്തുണ്ട്, സ്വകാര്യ സ്വത്തുണ്ട്. അത് കുന്നുകൂട്ടിയിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവരതിനോട് ആകൃഷ്ടരാകുന്നിടത്തോളം കാലം അവരൊരിക്കലും കമ്മ്യൂണിസത്തെ അംഗീകരിക്കില്ല. അത് നാം മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ ഏറ്റവും അവസാനത്തെ ആയുധം ഇവർ ഗോഡ്ലെസ് ആണ്, ദൈവനിഷേധികളാണ്, നിരീശ്വരവാദികളാണ് എന്നുള്ളത് അത് നാം ഒഴിവാക്കുക തന്നെ വേണം. ഇനി യാതൊരു മടിയും പ്രയാസമില്ല. കാരണം ഗോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ അറിയില്ല. പൂജ്യം പോലെയാണ് ഗോഡ്. പൂജ്യം എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ്. അതുകൊണ്ട് പല ഉപകാരങ്ങളുണ്ട്. അതുണ്ടോ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മൾ മറുപടി? അതേപോലെ തന്നെയാണ് ദൈവം കൊണ്ട് കുറേ ഫങ്ഷനുകൾ നടക്കും. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ട്രംപിൻ്റെ അസിസ്റ്റൻ്റ് എന്ത് സെക്രട്ടറിയാണ്? ഡിഫൻസ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു, കമ്മ്യൂണിസം എന്നത് ഗോഡ്ലെസ് ഫിലോസഫിയാണ്, ഗോഡ്ലെസ് കമ്മ്യൂണിസ്റ്റ്, അതിനെ തകർക്കാമെന്നാണ്. അത് ഇന്നല്ല, കമ്മ്യൂണിസം ഉണ്ടായ അന്ന് മുതൽ, പ്രത്യേകിച്ച് ഈ നിസ്വരായ ജനങ്ങൾക്ക് അവകാശങ്ങളും അധികാരങ്ങളും റിസോഴ്സസും ആവശ്യമുണ്ട് എന്ന് പറയാൻ തുടങ്ങിയ അന്ന് മുതൽ നേരെ മറിച്ച് ഈ സാധനങ്ങളൊക്കെ കൈവശം വെച്ചിരുന്ന ആൾക്കാർ അതിനെ എതിർക്കാൻ കഴിയില്ല. കാരണം എന്താ? സമത്വം, സാഹോദര്യം, സ്വാതന്ത്ര്യം എന്നതൊക്കെ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന ഒരവസ്ഥ വന്നിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് പൂർണ്ണമായിട്ടും തള്ളിക്കളയാൻ കഴിയില്ല. അതിന് പകരം ആകെ ചെയ്യാൻ കഴിയുന്നത് ഈ കമ്മ്യൂണിസ്റ്റുകാരനൊന്നും ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അകറ്റി നിർത്താൻ അവർക്ക് കഴിയുമായിരുന്നു. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവം എന്നത് ശരിക്കും മനുഷ്യൻ്റെ പൊതുവായ ഒരു കോൺസെപ്റ്റാണെന്നും ആ ദൈവം പോലും ഞങ്ങളതാണെന്നും, പൂജ്യം പോലെ, മറ്റ് സംഖ്യകൾ പോലെ, അല്ലെങ്കിൽ മറ്റേതൊരു മെൻ്റൽ കോൺസെപ്റ്റ് പോലെ ഉള്ള ഒന്ന് മാത്രമാണെന്നും, അത് നമ്മുടെ പൂർവികർ എത്രയോ കാലമായിട്ട് കൊണ്ടു നടന്നിരുന്ന അവരുടെ സമ്പത്താണെന്നും അതിനെ വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, അത് ഞങ്ങളുടേതാണെന്നും, അതുകൊണ്ട് തന്നെ അത് ആ ശരിയായ ദൈവം, നല്ലവനായ ദൈവം, നല്ലവനായ പൂർവികരുടെ നല്ലവനായ ദൈവം, നല്ലവനായ അല്ലെങ്കിൽ പ്രകൃതി, അത് അതിൻ്റെതാണ് യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസം എന്നതും. അതായത് കമ്മ്യൂണിസം എന്നത് ഗോഡ്ലെസ് ഫിലോസഫി അല്ല, ഗോഡ്സ് ഓൺ ഫിലോസഫിയാണ് എന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ, അതാണ് നമ്മുടെ നയമെന്നും നമ്മൾ വ്യക്തമാക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് അറിയാം, ഈ ഇവരുടെ ദൈവം കൊണ്ട് ഒരപകടം ഉണ്ടായിരുന്നില്ല. അവർ ലോകം മുഴുക്കെ കവർച്ച ചെയ്ത്, കോളനൈസ് ചെയ്ത്, പിന്നെ
അവിടെ ആ നാട്ടിലുള്ള വിഭവങ്ങളൊക്കെ കൊള്ളയടിച്ച് കൊണ്ടുപോയപ്പോൾ അതിനൊക്കെ അംഗീകരിച്ച ദൈവമാണ്. നമ്മുടെ ദൈവം അതല്ല. ഉണ്ടെങ്കിൽ തന്നെ ആ ദൈവം മനുഷ്യരെ എല്ലാവരും സമത്വത്തോടു കൂടി കാണുന്ന ദൈവമാണ്. അതായത് മതമാണ് പ്രശ്നം എന്നത് മാറ്റി ശാസ്ത്രമാണ് മതം എന്നതും ശാസ്ത്രമെന്നതും ദൈവമെന്നതും ഒക്കെ മാറിക്കൊണ്ടേയിരിക്കുന്നതാണ് എന്ന പുതിയ ഈ സാമാന്യ ആപേക്ഷികത സിദ്ധാന്തത്തിൻ്റെ ചതുർമാന പ്രപഞ്ച ആശയത്തിലേക്ക് നാം വരണം. അത് പ്രഖ്യാപിക്കുകയും അങ്ങനെ ഒരു അഫിഡവിറ്റ് കൊടുക്കുകയും അതുവഴി നമ്മുടെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ യഥാർത്ഥ അടിസ്ഥാന ശാസ്ത്രം ആയിട്ട് സാമാന്യ ആപേക്ഷികത സിദ്ധാന്തവും ക്വാണ്ടം സിദ്ധാന്തവും അംഗീകരിക്കുകയും അതുവഴി നാം മാറ്റത്തിൻ്റെ അപ്പോസ്തലന്മാരായിട്ട് തുടരുകയും പിന്നെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. മാറ്റം എന്നത് ന്യൂട്ടോണിയൻ ഫിസിക്സിൽ പുറമെന്നുള്ളാകുന്ന നേരെ മറിച്ച് ആപേക്ഷിക സിദ്ധാന്തത്തിലും ഇതിലൊക്കെ ക്വാണ്ടം ഫിസിക്സിലൊക്കെ അത് മാറ്ററിനുള്ളിൽ തന്നെ ഉള്ളതാണ് അർത്ഥം. അതിൽ അടങ്ങിയതാണ്. അതായത് അതില്ലാതെ ഒരു വസ്തുവും നിലനിൽക്കില്ല. ഒരു ആറ്റമായിക്കോട്ടെ, സൗരയൂഥമായിക്കോട്ടെ, പിന്നെ ഒരു മരമായിക്കോട്ടെ, ഒരു വൃക്ഷമായിക്കോട്ടെ, പൂവായിക്കോട്ടെ, ഈ മാറ്റങ്ങൾ എന്നത് 100% നടക്കുന്നത്. അതുപോലെയുള്ളൊരു മാറ്റം തന്നെയാണ് സാമൂഹ്യ ബന്ധങ്ങളുള്ളത്. ഈ സാമൂഹ്യ ബന്ധങ്ങളിലുള്ള മാറ്റത്തിന് പ്രധാന കാരണം മനുഷ്യ സമൂഹത്തിൽ മനുഷ്യനിർമ്മിതമായ ഉപകരണങ്ങളാണ് അർത്ഥം. ഈ ഉപകരണങ്ങൾ മാറുന്നതിനനുസരിച്ച് നമ്മളും മാറിക്കൊണ്ടേ ഇരിക്കുന്നു എന്നും ഉപകരണങ്ങളാണ് യഥാർത്ഥത്തിൽ സാമൂഹ്യ ബന്ധങ്ങൾക്ക് കാരണമാകുന്നതെന്നും അതുവഴി എന്നും മാറിക്കൊണ്ടേയിരിക്കുകയാണെന്നും ഇതുവരെയുള്ള എല്ലാ ഉപകരണങ്ങളും ആ കാലത്ത് നിർമ്മിച്ച ഭൗതികമായതായിക്കോട്ടെ മാനസികമായതായിക്കോട്ടെ ആയ എല്ലാ ഉപകരണങ്ങളും ആ കാലഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞതാണെന്നും അതും മാറിക്കൊണ്ടിരിക്കുകയാണെന്നും അങ്ങനെ ഈ ഉപകരണങ്ങളുടെ അടിത്തറയിൽ ഉള്ള സാമൂഹ്യ ബന്ധങ്ങളാണ് ഇവിടെ ഉള്ളതെന്നും അത് ഒരിക്കലും നമ്മൾ പുറമേ നിന്നുള്ള ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊണ്ട് മാറ്റേണ്ടതല്ലെന്നും ഇൻറ്റേർണലായിട്ടുള്ള മാറ്റങ്ങളെ കൊണ്ട് തന്നെ അത് മാറേണ്ടതാണെന്നുള്ള ബോധം നമുക്കുണ്ടാവുകയും ചെയ്താൽ അതായിരിക്കും നല്ലതെന്നും അതാണ് ഈ രൂപത്തിൽ നമ്മൾ ശബരിമല ഇഷ്യൂവിന് നമ്മൾ മറുപടി കൊടുക്കുമ്പോൾ അതായത് ഈ ഗോഡ്ലെസ് ഫിലോസഫി എന്ന കമ്മ്യൂണിസത്തിൻ്റെ ലേബൽ മാറ്റിയിട്ട് ഇത് ഗോഡ്സ് ഓൺ ഫിലോസഫി ആണ് കമ്മ്യൂണിസം എന്ന നിലയിൽ തന്നെ നമ്മൾ അഫിഡവിറ്റ് കൊടുക്കണമെന്നും അത് കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചിട്ടുള്ള ദൈവനിഷേധികളാണെന്നുള്ള ആരോപണം പൂർണ്ണമായിട്ടും ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നും മാത്രമല്ല ലോകത്തൊന്നായിട്ട് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ ഏറ്റവും വലിയ ആയുധമായ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ തന്നെ ദൈവനിഷേധികളാണ്
ദൈവ നിരീശ്വരവാദികളാണ് എന്ന ആ വൃത്തികെട്ട ആരോപണം ഒഴിവാക്കാനും അത് ഒരു സുവർണാവസരമായി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതിനായിട്ട് നമ്മൾ കൃത്യമായിട്ടും ഈ ആപേക്ഷികതാ സിദ്ധാന്തത്തെക്കുറിച്ചിട്ടും എന്താണ് ഈ ആപേക്ഷികത എന്നതിനെക്കുറിച്ചിട്ടും എന്തുകൊണ്ടാണ് ഈ ആപേക്ഷികതാ സിദ്ധാന്തത്തിൽ കേവലമായ ശരിയും തെറ്റും ഇല്ലാത്തത് എന്നതിനെ കുറിച്ചിട്ടുമുള്ള ഒരു തൃണമൂൽ തലത്തിലുള്ള താഴെ തലത്തിൽ മുതലുള്ള ഒരു സംവാദം വ്യാപകമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തണമെന്നും അത് അടുത്ത കോൺഗ്രസ്സിലെങ്കിലും അങ്ങനെയുള്ളൊരു തീരുമാനത്തിലെത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. ജയ് ഹിന്ദ്, ജയ് ജഗത്, ജയ് ജീവൻ.